യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. നാം എങ്ങനെ യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുമെന്ന് പറയുന്നൊരു വചനമാണ്. അതുപോലെ തന്നെ നമുക്കെങ്ങനെ യേശുവിൻ്റെ മക്കളായി മാറാൻ സാധിക്കുമെന്ന് പറയുന്ന വചനമാണ്. അതാണ് ലൂക്കാ 6:35. മറക്കരുത്, ലൂക്കാ 6:35. ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടന്മാരോടും കരുണ കാണിക്കുന്നു. യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, ഗിരിപ്രഭാഷണം അതിൻ്റെ ഒരു ഭാഗമാണ്. താൻ എന്താണ് ചെയ്യുന്നതെന്നും തൻ്റെ മനോഭാവം എന്തെന്നും എങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ ആദ്യ ഭാഗത്ത് തന്നെ പറയാണ്. എത്ര മനോഹരമാണ് പ്രിയമുള്ളവരെ. അതിനുശേഷം കർത്താവ് പറയുന്നു, ഞാനിങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെൻ്റെ മക്കളായി മാറും, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. പ്രിയമുള്ള ഓരോ വാക്യം ഒന്ന് എടുത്തു നോക്കി. വചനം അച്ഛൻ ഒന്ന് പറഞ്ഞു തരാം. ആദ്യം, ശത്രുക്കളെ സ്നേഹിക്കുവാൻ പാടാ, പക്ഷെ തമ്പുരാൻ കൃപ തരും. അതുപോലെ തമ്പുരാൻ പറയാം, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യും. കൊടുക്കുക, ദൈവം തന്ന് ദാനമായി കൊടുക്കുക. ആവശ്യത്തിരിക്കുന്ന മക്കളെ സഹായിക്കുന്നത് ദൈവം തന്നതിൻ്റെ ഒരു പങ്കുവെക്കലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യണം. വീണ്ടും പറയുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവ് നമ്മെ ഒത്തിരി അനുഗ്രഹിക്കും. അതിലുപരിയായി കർത്താവ് തരുന്ന വലിയൊരു വാഗ്ദാനം ദൈവത്തിൻ്റെ മകനും മകളുമായി തീരും. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായി ദൈവം ഉയർത്തും. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങളങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തമ്പുരാൻ ആദ്യം ചെയ്തു. തമ്പുരാൻ അവിടെ ആരെയും നോക്കിയില്ല. അതാണ് വചനം പറയുന്നത്, അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മോട് ശത്രുക്കളെ സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും തിരിച്ചടവ് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുവാനും കൽപ്പിക്കുന്ന കർത്താവാണ്. ഇത് എന്തർത്ഥമാക്കുന്നത്? നിസ്വാർത്ഥമായ സ്നേഹം ദൈവത്തെ അനുകരിക്കുന്നു. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. അവൻ ചെയ്തും അത് തന്നെയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുവാൻ, ദൈവത്തിൻ്റെ പ്രതിഫലം സ്വീകരിക്കുവാൻ തക്കതത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്തകളെല്ലാം നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ബഹിഷ്കരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഈശ്വരൻ മകനും മകളുമായി തീരുവാനുള്ള വലിയൊരു വിളിയാണ്, വലിയൊരു വഴിയാണ് കർത്താവ് നമ്മെ കാണിച്ചു തന്നത്. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാനുള്ള വലിയൊരു വഴിയാണ് കർത്താവ് കാണിച്ചു തന്നത്. നമുക്ക് ഈശോയുടെ മകനും മകളുമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.